ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലെല്ലാം ഇതുപോലുള്ള പഴയ ടി വികൾ ഒന്നും രണ്ടൊക്കെ ആയിട്ട് അധികം വീടുകളിൽ ഇരിക്കുന്നുണ്ടായിരിക്കും. ഇത് നമുക്ക് എങ്ങനെ ഉപയോഗപ്രദമായ രീതിയിൽ മാറ്റിയെടുക്കാമെന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇതിനകത്ത് ഞാൻ 2 ഹൈടെക് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിത് മുഴുവനായിട്ട് വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. നമുക്ക് നമ്മൾ ഈ ടി വി ഇതുപോലെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ചിട്ട് അത് ഫസ്റ്റ് നമ്മളത് അഴിച്ചെടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് അതിൻ്റെ പിക്ചർ ട്യൂബ് നമുക്ക് അഴിച്ചു മാറ്റാം. 4 സ്ക്രൂ ഉണ്ട്, അത് മുഴുവനായിട്ടൊന്ന് 4 സ്ക്രൂ അഴിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുൻഭാഗത്ത് അതേ അളവിൽ നമുക്ക് കുറച്ച് മരത്തിൻ്റെ പട്ടികയുടെ പീസുകൾ, ചെറിയ മരത്തിൻ്റെ പീസുകൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇനി ആ കട്ട് ചെയ്ത പീസിൻ്റെ അതേ വലിപ്പത്തിൽ നമുക്ക് ഇതുപോലെ നെറ്റ് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ചെറിയ കട്ടർ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത്. നമ്മൾ ആ നെറ്റ് ആ മരത്തിൻ്റെ പീസുകളിൽ വെച്ച് മുകളിലും താഴെയായിട്ട് വെച്ചിട്ട് നമ്മളത് ചെറിയ ആണി കൊണ്ട് ഫിറ്റ് ചെയ്യാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. നമ്മൾ ആണി ഉപയോഗിച്ചിട്ട് 2 സൈഡിലും മരത്തിൻ്റെ പീസ് വെച്ചിട്ട് ആണി ഉപയോഗിച്ചിട്ട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമ്മുടെ വീടുകളിലെല്ലാം ഇതുപോലെ പഴയ ടിവികൾ ഇരിപ്പുണ്ടാവും. നമുക്ക് അത് വളരെയധികം ഉപകാരപ്രദമായ രീതിയിൽ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. ഇനി അത് ആ മരം അതിൽ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ 2 ഹിഞ്ചസ് എടുത്തിട്ട് ഇതുപോലെ സ്ക്രൂ ഉപയോഗിച്ചിട്ട് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അതിനുശേഷം ആ ടി വിയുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇതുപോലെ ഉറപ്പിക്കണം നമ്മൾ. ഇത് നമുക്ക് നല്ലൊരു പക്ഷിക്കൂടാക്കിയിട്ട് മാറ്റാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ലവ് ബേർഡ്സ്, അതുപോലെ കോഴിക്കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ പ്രാവുകൾ ഒക്കെ നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് വളർത്താൻ പറ്റിയൊരു കൂടാക്കി മാറ്റാം നമുക്ക്. ഞാൻ സ്ക്രൂ ഉപയോഗിച്ചിട്ട് അതിന് മുകളിൽ ഉറപ്പിച്ചിട്ടുണ്ട്.
ഇതുപോലെ അതിൻ്റെ അടിഭാഗത്ത് ഒരു മരത്തിൻ്റെ പീസ് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ്. അതിനകത്ത് ലോക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പീസ് അതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത്. എല്ലാ ടി വികൾക്കും ചിലപ്പോൾ ഇതുപോലെ ഫിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇതവിടെ ഒരു താഴ്ന്ന ഭാഗം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഫിറ്റ് ചെയ്യുന്നത്. ഇതുപോലുള്ള ലോക്ക് ഇനി ഇതിന് മുകളിലായിട്ട് സ്ക്രൂ ഉപയോഗിച്ച് ഫിറ്റ് ചെയ്യുക. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം മുഴുവനായിട്ട് ഡോർ ഇങ്ങനെ കൊടുക്കാൻ കാരണം നമുക്ക് ഇത് മുഴുവൻ പൊക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതിനകത്ത് വൃത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഇങ്ങനെ ഫ്രണ്ട് ഭാഗം മുഴുവനായിട്ട് നമ്മൾ ഡോർ കൊടുക്കുന്നത്. ഏകദേശം കൂട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മുകളിലേക്ക് തുറക്കാൻ കഴിയും. ഇനി ഇതിനകത്ത് ഞാൻ വെള്ളം വെച്ച് കൊടുക്കാനായിട്ട് നമ്മളൊരു PVC പൈപ്പ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് അതിൽ സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതുപോലെ വെള്ളത്തിൻ്റെ കുപ്പി നമുക്ക് പെട്ടെന്ന് ഹാങ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വേറൊന്നും ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്താ വെച്ചാൽ ഈ വെക്കുള്ള ഭക്ഷണം ഇട്ട് കൊടുക്കുന്ന ഈ പാത്രം ഉണ്ടല്ലോ, ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു മാഗ്നറ്റ് MC വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടിൻ്റെ അടിയിലും ഒരു മാഗ്നറ്റ് MC വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. ഇത് പക്ഷികൾക്ക് ഈ പാത്രം തട്ടിമറിച്ച് കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണിത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്കിത് പൊക്കിയെടുക്കുകയും ചെയ്യാം, എന്നാൽ പക്ഷികളത് തട്ടിയിടുകയില്ല. ഇനി നമ്മൾ ലാസ്റ്റ് വർക്കിലാണ്. അത് സ്ക്രൂ ഉപയോഗിച്ചിട്ട് അത് ടൈറ്റ് ചെയ്ത് ബാക്ക് കവർ ടൈറ്റ് ചെയ്യണം. അതുപോലെ നമുക്ക് പക്ഷികളെ, കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് ഇതിൽ വളരെ സുരക്ഷിതമായിട്ട് വളർത്താൻ കഴിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി ഇടുന്ന ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.